അതായത് ഞങ്ങൾ ഈ 12-ാം തീയതിയാണ് അവിടെ ചെന്നത്. ഞങ്ങൾ 26 പേര് കുട്ടികളടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മകളെ ഞങ്ങൾ കണ്ടപ്പോൾ മുഖം വളരെ വികൃതമായിരുന്നു. മകൾ തന്നെയാണോ എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിയില്ല. കാരണം ഈ നെറ്റിയിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു. മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നതിൻ്റെ ഉണങ്ങിയ പാടുകളുണ്ടായിരുന്നു. പിന്നെ കഴുത്തിലിങ്ങനെ കുരുക്കിട്ട് മുറുക്കിയതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. ചെവിയിൽ രക്തക്കറയുണ്ടായിരുന്നു. അപ്പോൾ ഇത് മർദ്ദിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് താനെ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ രാഹുൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനത് ചെയ്തതാണ്. അത് പോലീസിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് കണ്ട് വിഷമിച്ചവരും കരഞ്ഞവരുമാണ്. അപ്പോൾ അത് പച്ചക്കള്ളമാണ് പറയുന്നത്. പിന്നെ സ്ത്രീധനം എൻ്റെ മകൻ്റെ പൊസിഷനൊക്കെ അറിയാമല്ലോ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കൊടുക്കുമല്ലോ എന്നിവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർക്കത് പോരാ എന്നുള്ള കാറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുമായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മോളുടെ മൊബൈലിൽ എന്ന് പറഞ്ഞാൽ ഇതിക്ക് മുമ്പ് ഒരുപാട് കല്യാണ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള ഫ്രണ്ട്സൊക്കെ അവൾക്ക് കൺഗ്രാജുലേഷൻസ് പറഞ്ഞ് അയച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അത് തെറ്റിദ്ധരിക്കുക അല്ലെങ്കിൽ സംശയിക്കുക എന്ന് പറയുന്നത് അതൊരു സംശയ രോഗിയുടെ ഭാഗമായിട്ടേ കണക്കാക്കുന്നുള്ളൂ. അല്ലാതെ ഇതിൽ അവർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളം തന്നെയാണ്. 24 ചാനലാണ് അത് കൊടുക്കുന്നത്. അതായത് ഞാൻ പ്രതീക്ഷിച്ചത് ഇവൻ ചെയ്ത ക്രൂരകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രതീക്ഷിച്ചത് 307 വകുപ്പ് അതിൽ ചുമത്തുമെന്നാണ്. പക്ഷെ അത് ചെയ്തില്ല. അതിന് പകരം 324A, അതായത് ഗാർഹിക പീഡനം, ആ ഒരു ഇതാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പാണത്. പക്ഷേ അത് 307 ഇടേണ്ടിയിരുന്നത്. അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അത് അവർ ചെയ്തില്ല. അത് അവനെ രക്ഷപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണക്കാക്കി. അതിലെനിക്ക് ഖേദമുണ്ട്. അവർ എന്നുവെച്ചാൽ ഞാൻ ഈ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, അതായത് സമർത്ഥനായിട്ടുള്ള കഴിവുള്ള പോലീസാണ് കേരള പോലീസ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ CI എന്നോട് ലാഘവത്തോടു കൂടി പെരുമാറിയെന്ന് മാത്രമാണ് എനിക്കതിൽ പറയാനുള്ളത്. അദ്ദേഹം കൂടുതൽ ഗൗരവത്തോടു കൂടി അത് കണക്കിലെടുക്കേണ്ടിയിരുന്നു. അത് അദ്ദേഹം ചെയ്തില്ല. എനിക്ക് സന്തോഷമുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ACP ആണിപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം സത്യസന്ധനായിട്ടുള്ളൊരു ഓഫീസറാണ്. അതുകൊണ്ട് ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി അതിൽ പുതിയ വകുപ്പുകൾ ചേർത്ത് കൊലപാതക ശ്രമം വരെ നടത്തിയെന്നുള്ള ആ കുറ്റം കൂടി അതിൽ ചുമത്തും. അദ്ദേഹം അത് ചെയ്യും. കാരണം മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം വെറുതെ ഇരിക്കില്ല. അദ്ദേഹം നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഓഫീസ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എനിക്കത് പൂർണ്ണ വിശ്വാസമുണ്ട്. രാഹുൽ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്, രാഹുൽ 2 എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ആളാണ്. ഇപ്പോൾ ഈ കോട്ടയത്ത് ചെറുകുന്ന് ഭാഗത്തുള്ള ഡോക്ടറുമായിട്ടാണ് ഒരു 2ാമത്തെ എൻഗേജ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ എൻഗേജ്മെൻറ്റിന് ശേഷം ഇവർ ഇങ്ങനെ ഫോണിലൂടെയൊക്കെ സംസാരിക്കും. ഇനി ഇവരൊരുമിച്ച് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഇവൻ്റെ പെരുമാറ്റവും ഇവൻ്റെ ലഹരിയുടെ ഉപയോഗവും ഒക്കെ മനസ്സിലാക്കിയ പെൺകുട്ടിയുടെ അച്ഛൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇവൻ തികച്ചും ഫ്രോഡാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിവാഹം വേണ്ടെന്ന് ആ രക്ഷാകർത്താവ്, അതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. കല്യാണത്തിലേക്ക് എത്തി എന്നുള്ളതും കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഒരു കല്യാണത്തിലേക്ക് എത്തി എന്നുള്ള കാര്യം ഈ അമ്മ പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ കല്യാണം കഴിച്ച ഒരാൾക്ക് എൻ്റെ മകളെ ഞാൻ കല്യാണം കഴിച്ച് കൊടുക്കും. അപ്പോൾ അവരത് പറയുന്നത് തെറ്റായ രീതിയാണ്. ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് ആണായാലും പെണ്ണായാലും ഒരുപാട് കല്യാണ കാര്യങ്ങൾ വരും. ഇപ്പം എൻ്റെ മകൾക്ക് ഒരുപാട് കല്യാണ കാര്യങ്ങൾ വന്നു. അത് ചിലത് നാളെ കൊണ്ട് ചേരില്ല, അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത കേസായിരിക്കും. അങ്ങനെയുള്ള അതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ മാത്രമാണ് ഇവരുടെയും പല കേസുകൾ വന്നതിന് ഞാൻ ആദ്യം കണക്കാക്കിയിരുന്നു. പിന്നീട് അവരുടെ നാട്ടിൽ ചെന്ന് അവരുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴാണ് ഒന്നല്ല രണ്ടെണ്ണം. പിന്നെ ഞങ്ങൾക്കറിയില്ല ഇങ്ങനെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ ഇവൻ ആൾ ശരിയല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വേണ്ടെന്ന് വെച്ചതാണെന്ന് അവിടെ നിന്നും ആ റെസിഡൻസിൻ്റെ ആളുകളിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞു. ഇല്ല, അവരെന്നോട് സംസാരിച്ചിട്ടില്ല. ഒരു ചാനലിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ സഹോദരിയാണ് ഈ ഡോക്ടർ. അപ്പോൾ പേര് എനിക്കറിയില്ല. ചെറുകുന്നാണ് വീട്, കോട്ടയം ചെറുകുന്നാണ് വീട് എന്ന് എനിക്കറിയാം. അവരിത് അന്വേഷിച്ചപ്പോൾ ഇവൻ ആൾ
ലഹരി ഉപയോഗിക്കുന്നത്, മദ്യം ഉപയോഗിക്കുന്നത്. ഇവിടെ വെച്ച് തന്നെ ഈ കല്യാണ ദിവസം തന്നെ ഇവൻ മദ്യം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് 9-ാം തീയതിയാണ് ഈ ഹാളിൽ വെച്ചാണ് ഇവിടുത്തെ രജിസ്ട്രേഷൻ നടന്നത്. അന്ന് അവന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മദ്യപിച്ചു. അപ്പോൾ അത് എന്ന് വെച്ചാൽ അതിന് അഡിക്റ്റാണ്. അതാണല്ലോ അവന് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയ്ക്കും ഭീകരനായിട്ടുള്ള ഒരുത്തരാണ്. ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും അന്വേഷിക്കേണ്ടതാണ്. ഈ ലഹരിയുടെ ഉപയോഗം മാത്രമല്ല, ലഹരിയുടെ വിൽപ്പന കൂടി ഉണ്ടോ എന്ന് സംശയിക്കുന്നു. ആ രീതിയിലാണ് റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ആൾ പറഞ്ഞത്. അത് അന്വേഷിച്ചാൽ, എന്നോട് ചോദിച്ചാൽ, പോലീസ് ചോദിച്ചാൽ ഞാൻ പറയാൻ തയ്യാറാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നിട്ടുണ്ട് എനിക്ക്.